തിരുവനന്തപുരത്തെ രുചിയൊക്കെ കൊച്ചിയിലേക്ക് വന്ന ശേഷം മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കൂട്ടുകാരോടൊക്കെ. തിരുവനന്തപുരം വെമ്പായത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വെമ്പായത്തിനടുത്ത് വെറൈറ്റി വിഭവങ്ങൾ കിട്ടുന്ന ഒരു ചായക്കടയുണ്ട്. ഓലമേഞ്ഞ ഈ നാടൻ ചായക്കടയിലെ ചൂടേറിയ വിഭവങ്ങൾ കഴിക്കാൻ നിരവധി ആളുകളാണ് അവിടേക്ക് എത്തുന്നത്. വെറൈറ്റി എന്താണെന്ന് കാട്ടിത്തരാൻ നമ്മുടെ റിനു ശ്രീധർ അവിടേക്ക് പോയിട്ടുണ്ട്. കണ്ടിട്ട് വരാം. പഴംപൊരിയും പോത്തും, ആഹാ, ചിക്കൻ സ്റ്റൂവും ബ്രെഡും തകർക്കും, നെയ്യപ്പവും പോത്തും തിമിർക്കും, കേക്കും പോത്തും അടിപൊളി. എന്നാ നോക്കിയാലോ. വെഞ്ഞാറമൂട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ വെമ്പായത്തിന് തൊട്ടു മുമ്പ് കൊപ്പം ജംഗ്ഷനിലാണ് ഈ ഷോപ്പ്. റോഡിൽ കാറിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിലുടക്കിയതാണ് ഈ കട. എന്തെല്ലാം പ്രത്യേകതയാണ് ഈ ഷോപ്പിനുള്ളത്? ഇവിടെ സ്പെഷ്യലായിട്ട് പഴംപൊരിയും ബീഫുമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ ബ്രെഡ്, ചിക്കൻ സ്റ്റൂ, കപ്പ, പോത്ത് കറി, പിന്നെ നെയ്യപ്പം ബീഫ്, കേക്കും ബീഫും, ടയർ പത്തിരി ബീഫ്, ഇതൊക്കെയാണ് ഇവിടെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത്. പിന്നെ ചായ കടികൾ, ഇവിടെ വെളിച്ചെണ്ണ പൊരിച്ച കടികളാണ് സ്ഥിരം കൊടുക്കാറുള്ളത്. പിന്നെ എനിക്ക് ആദ്യം മുതൽ ഒരു സംശയം തോന്നിയത്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ടയർ പത്തിരിയും പോത്ത് കറി. ഈ ടയർ പത്തിരി എന്താണ്? പത്തിരി നമ്മൾ സാധാ അരിപ്പത്തിരി ഇല്ലേ, അതിൻ്റെ അരിപ്പത്തിരിയാണ്. അതിനെ പിന്നെ ഇങ്ങോട്ടൊക്കെ ടയർ പത്തിരി എന്ന് പറയാറുണ്ട്. അതിൻ്റെ ആ ഒരു ഷേപ്പ് വെച്ചിട്ട് അങ്ങനെയാണ് അതിനെ ടയർ പത്തിരി എന്നൊരു വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെ എഴുതി. കട എന്ന് പറയുന്നത് രണ്ട് സുഹൃത്തുക്കൾ തുടങ്ങിയതാണ്, രോഹിത്, ഫ്രെഡി. അവർ ഫുഡീസാണ്. കഴിക്കാൻ പോകുന്ന സമയത്ത് പഴംപൊരി ബീഫ് കിട്ടാത്തതിനെ കൊണ്ട് അവർക്കൊരു ഐഡിയ തോന്നിയിട്ട് തുടങ്ങിയാണ്. തിരക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം നല്ല തിരക്കാണ്. അതുവരെ തിരക്കില്ലാതില്ല എങ്കിലും ഒരുവിധം. പഴംപൊരിയും ബീഫും ഇവിടെയാണ് കഴിച്ചിട്ടുള്ളത്. എല്ലാം നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. പഴംപൊരിയും ബീഫുമാണ് മെയിൻ. നമ്മൾ വരുന്ന യാത്രയിൽ ഇങ്ങനെ പോത്തിറച്ചിയും പഴംപൊരിയും എന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നിയിട്ട് ഒന്ന് കഴിക്കാൻ വേണ്ടി കയറിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.